യുധിഷ്ഠിരൻ യുദ്ധത്തിന് മുന്നോടിയായി തൻ്റെ രഥവും ആയുധങ്ങളും ചട്ടയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കൗരവപക്ഷത്തേക്ക് നടന്ന് നീങ്ങുന്നു. ഏവരും സ്തബ്ധരായി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നു. സൈന്യങ്ങൾ നിശ്ചലമായി ഇമവെട്ടാതെ അങ്ങനെ നോക്കി നിൽക്കവേ ശരങ്ങളുടെ ശക്തി ചിന്നുന്ന ശത്രുപടയെ കടന്ന് ധർമ്മരാജാവ് മന്ദം മന്ദം നടന്ന് തൊഴുകൈയോടെ ഭീഷ്മ പിതാമഹന്റെ മുൻപിൽ സഹോദരന്മാരോട് കൂടി ചെന്ന് അണഞ്ഞു. ഭീഷ്മന്റെ അടുത്തെത്തിയ ഉടനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ധർമ്മരാജാവ് തൻ്റെ കൈകളാൽ പിതാമഹന്റെ കാൽ പിടിച്ചു. യുദ്ധത്തിന് ചട്ടയിട്ട് വില്ലും ശരവുമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പിതാമഹനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പിതാമഹ, ഞങ്ങൾ അറിയിക്കുന്നു, ഞങ്ങൾ അങ്ങയോട് എതിർക്കുവാൻ പോവുകയാണ്. താതാ, അങ്ങ് അനുവാദം തന്നാലും ആശസ്സുകൾ നൽകിയാലും. യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോൾ ഭീഷ്മർ പറഞ്ഞു തുടങ്ങി: രാജാവേ, ഈ സന്ദർഭത്തിൽ നീ ഇപ്രകാരം വന്നത് നന്നായി. നീ ഇവിടെ ഇപ്പോൾ എൻ്റെ സമീപത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിൽ തോറ്റുപോകുമാറ് ഞാൻ നിന്നെ ശപിച്ചേനെ. ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നു. പാണ്ഡവ, നീ യുദ്ധം ചെയ്യുക. നീ യുദ്ധത്തിൽ ശത്രുക്കളെ വെല്ലുക. നിന്റെ എല്ലാ അഭീഷ്ടങ്ങളും യുദ്ധത്തിൽ സാധിക്കട്ടെ. ഞാൻ എന്ത് വരമാണ് നിനക്ക് തരേണ്ടത്? നീ എന്ത് വിചാരിക്കുന്നു? നീ അത് എന്നിൽ നിന്ന് വരിച്ചു കൊള്ളുക. ഹേ പാണ്ഡവ, ഞാൻ സത്യസന്ധമായാണ് പറയുന്നത്. എന്നെ കൗരവന്മാർ ബന്ധിച്ചിരിക്കുകയാകുന്നു. അതുകൊണ്ട് തന്നെ പൗരുഷം നഷ്ടപ്പെട്ടവനായാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നോട് നീ പറയൂ, കൗരവരുടെ ഭൃത്യനാകുന്നു ഇപ്പോൾ. യുദ്ധമൊഴികെ മറ്റെന്താണ് നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാലും. ഇങ്ങനെ പിതാമഹൻ ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു: മഹാബാഹു, ഭവാൻ നിത്യവും എൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് എനിക്കറിയാം. എൻ്റെ വിജയത്തിന് വേണ്ടി ആശംസിക്കുക. കൗരവന് വേണ്ടി, അതായത് ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്യാം. എനിക്കങ്ങ് ആശംസ മാത്രമാണ് നൽകേണ്ടത്. ഇങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ ഭീഷ്മർ തുടർന്നു: രാജാവേ, എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നീ പറയൂ. യുധിഷ്ഠിരൻ വീണ്ടും പറഞ്ഞു: അപരാജിതനായ ഭവാനെ എങ്ങനെ പോരിൽ ജയിക്കേണ്ടു എന്ന് ഞാൻ ചിന്തിച്ച് ഒരു പിടിയും ഇല്ലാതെ നിൽക്കുന്നു. എനിക്ക് നന്മ ഭവാൻ ചിന്തിക്കുന്നുവെങ്കിൽ എൻ്റെ ഹിതത്തിന് വേണ്ടി അങ്ങ് അതിനുള്ള മാർഗം പറഞ്ഞു തന്നാലും. യുധിഷ്ഠിരൻ്റെ ഇത്രയുമുള്ള നിസ്സഹായമായ ചോദ്യം കേട്ടുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു: കുന്തിപുത്ര, പടക്കളത്തിൽ എന്നോട് പൊരുതി ജയിക്കുവാൻ കഴിവുള്ള ഒരു പുരുഷനെയും ഞാൻ കാണുന്നില്ല. സാക്ഷാൽ ദേവേന്ദ്രൻ വന്നാലും എന്നെ ജയിക്കുവാൻ കഴിയില്ല. ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു നിന്നപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു: പിതാമഹ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് അതിനുള്ള മാർഗം. ശത്രുക്കൾ അങ്ങയെ എങ്ങനെ വധിക്കണം? അതിനു വേണ്ട ഉപായം അങ്ങ് തന്നെ പറഞ്ഞു തരണം. യുധിഷ്ഠിരൻ്റെ വീണ്ടുമുള്ള ചോദ്യത്തിന് ഭീഷ്മർ ഉത്തരം പറഞ്ഞു: ഉണ്ണി, എന്നെ പോരിൽ ജയിക്കുവാൻ പോന്നവൻ ആരും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് മരിക്കുവാനുള്ള സമയമായിട്ടുമില്ല. ഇനിയും എൻ്റെ അടുത്ത് വന്നുകൊള്ളുക. ഭീഷ്മർ ഇപ്രകാരം പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ശിരസ് കുനിച്ച് കൽപ്പനയേറ്റ് വീണ്ടും അഭിവാദ്യം ചെയ്തു. അവിടെ നിന്ന് മഹാബാഹുവായ യുധിഷ്ഠിരൻ ദ്രോണാചാര്യരുടെ രഥത്തിൻ്റെ അടുക്കലേക്ക് നടന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി ഗുരുവാകുന്ന ദ്രോണരുടെ അടുക്കലേക്ക് വിഷമിതനായി യുധിഷ്ഠിരൻ നടന്നകന്നു.